ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലൈവ് എക്സൽ സ്കാനറിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈവ് എക്സൽ സ്കാനറാണ്. ഈ ഒരു സ്കാനർ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡേയ്സ് ആവറേജ് വോളിയം ഏതൊക്കെ സ്റ്റോക്സുകളാണ് വളരെ വേഗത്തിൽ ബ്രേക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്, അത്തരം സ്റ്റോക്സുകൾ ഈ സ്കാനർ ഫിൽട്ടർ ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു സ്കാനറിൽ വരുന്ന 4-5 സ്റ്റോക്സുകൾ നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലൊക്കെ മാർക്ക് ചെയ്യുക. അത് ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന സ്റ്റോക്സിലാണ് അൾട്രാസെംകോ, AB ക്യാപിറ്റൽ, രാംകോ സിമെൻറ്റ്, ABFRL, ഇന്ത്യൻ സിമെൻറ്റ്, നാഷണലും. അത് നമുക്ക് ആദ്യം തന്നെ അൾട്രാസെംകോയുടെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു അൾട്രാസെംകോ. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാം. നല്ല രീതിയിലുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റോക്സ് ചെക്ക് ചെയ്യാം. അടുത്തത് AB ക്യാപിറ്റലാണ്. അപ്പോൾ നമുക്ക് AB ക്യാപിറ്റലിൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ AB ക്യാപിറ്റൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുക. ജസ്റ്റ് നമുക്ക് ട്രെൻഡ് ലൈൻ ലെവൽ മാർക്ക് ചെയ്യാം. ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ബ്രേക്കൗട്ട് ബേസ് ചെയ്താണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ABFRലാണ് സ്കാനറിൽ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ABFRലും നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. താഴെയും അതുപോലെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതും നമുക്ക് ബ്രേക്കൗട്ട് ബേസ് ചെയ്ത് എൻട്രി നോക്കാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്ക് രാംകോ സിമെൻ്റ് ആണ്. അപ്പോൾ രാംകോ സിമെൻ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ രാംകോ സിമെൻറ്റ് ആ ഒരു ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും താഴേക്ക് വരാണ്. ഇപ്പോൾ ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എടുത്ത് ഈ ഒരു സ്റ്റോക്സ് തിരിച്ച് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒന്ന് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത സ്റ്റോക്ക് നാഷണലും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാഷണലത്തിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാനിൽ വരുന്ന ആദ്യത്തെ 4-5 സ്റ്റോക്സിൽ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നാഷണൽ നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്ത് കയറി പോകുന്നുണ്ട് കണ്ടോ. അതായത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിരുന്നു. ഇവിടെ നല്ല രീതിയിലൊരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് നല്ല രീതിയിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. നാഷണൽ നമുക്ക് ഹൈ ഇപ്പോൾ നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് നോക്കാം. അപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ സ്റ്റോക്സുകളുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ AB ക്യാപിറ്റൽ നമ്മൾ സെലക്ട് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടേക്കായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ട് നടന്നില്ല. പകരം നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു സ്റ്റോക്സ് താഴേക്ക് ഇറങ്ങി വന്നു. ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ട്രെൻഡ് ലൈൻ കൂടി നമുക്ക് മാർക്ക് ചെയ്യായിരുന്നു കണ്ടോ. മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ പിന്നെ ഇവിടെ ആ ഒരു ബ്രേക്കൗട്ട് ആണ് കാരണം. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ ആണ് കേട്ടോ. എക്സാക്റ്റ് മാർക്കറ്റ് കയറിപ്പോയി നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്ത് അവിടുന്ന് സെൽ വന്നു കേട്ടോ. തിരിച്ച് നല്ല രീതിയിൽ വന്നു. അപ്പോൾ ആ ട്രെൻഡിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതായത് നമുക്ക് ഇവിടെയാണ് എൻട്രി വന്നിരുന്നത്. നമ്മൾ വിചാരിച്ചു ഈ ഒരു ബ്രേക്കൗട്ട് വന്നിരുന്നെങ്കിൽ, ഇവിടെ ഒരു ബ്രേക്കൗട്ട് വന്നിരുന്നെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. ഈ താഴേക്ക് ബ്രേക്കൗട്ട് വന്നിരുന്നെങ്കിൽ സെല്ല് പോകുമായിരുന്നു. പക്ഷേ ഇവിടുന്ന് മാർക്കറ്റ് നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് അവിടുന്ന് റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്തത്. അത് നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് അവിടുന്ന് സെൽ പ്രഷർ വന്നു താഴേക്ക് വന്നു. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ABFRലാണ്. അപ്പോൾ ABFRൽ നമ്മൾ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെയാണ് ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. നമ്മൾ 20 പോയിൻറ്റിലേക്കാണ് നമ്മൾ ആ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ബൈ ആണ്. അതിനുശേഷം കുറച്ച് നല്ല രീതിയിൽ കയറിപ്പോയിണ്ടായിരുന്നു. അതായത് 236 നിന്ന് ഏകദേശം 239.70 വരെ കയറിപ്പോയിണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ രാംകോ സിമെൻ്റ് ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ രാംകോ സിമെൻറ്റ് പറഞ്ഞിരുന്നു ഇവിടുന്ന് ഒരു അപ്പ് ട്രെൻഡ് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. രാംകോ സിമെൻറ്റ് അവിടെ നിന്ന് വലിയൊരു മൂവ്മെൻറ്റ് വന്നിരുന്നില്ല. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന സപ്പോർട്ടിലുണ്ടോ, ആ സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറാണ് ചെയ്തതുണ്ടോ. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തില്ല, വീണ്ടും താഴെ വന്നു. ആ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാണ് ചെയ്തത്. പിന്നെ നാഷണലാണ്.
അപ്പോൾ നാഷണൽ നമ്മൾ ആ ഒരു ക്യാൻഡലിൻ്റെ ഹൈ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ആ ക്യാൻഡിൽ തന്നെ അത് ബ്രേക്ക് ഔട്ട് ചെയ്തിരുന്നു. അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതായത് 172.25 നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ അവിടെ നിന്ന് ആ ഒരു സ്റ്റോക്സ് 176.25 വരെ ഹൈ പോയിൻ്റായിരുന്നു. അതിനുശേഷമാണ് താഴേക്ക് വന്നത്. അപ്പോൾ ഇതും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കാനറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്സുകളുടെ എഫ് സ്റ്റോക്സുകളുടെ 30 ഡേയ്സ് അവൻ്റെ വോളിയത്തിൻ്റെ ആവറേജ് സെലക്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതൊക്കെ സ്റ്റോക്സിലാണ് വളരെ വേഗത്തിൽ തന്നെ ആ 30 ഡേയ്സ് വോളിയം ആവറേജ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്, അത്തരം സ്റ്റോക്സുകളാണ് നമുക്ക് ആ ഒരു സ്കാനറിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 3-4 സ്റ്റോക്സുകൾ നമ്മൾ സെലക്ട് ചെയ്ത് ഇതേപോലെ ചാർട്ട് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി, ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം ആ ലെവൽസ് നോക്കി നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ വോളിയം കയറി വരുന്ന സ്റ്റോക്സുകളാണ് ആ ഒരു സ്കാനർ ഫിൽറ്റർ ചെയ്ത് വരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു അത്തരം സ്റ്റോക്സുകളിൽ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് മോർണിംഗ് ടൈമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വോളിയം കയറി വരുന്ന സ്റ്റോക്സുകൾ നമ്മൾ ബ്ലൈൻഡായിട്ട് ബയോ സെല്ലോ ചെയ്യരുത്. ജസ്റ്റ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, അതിനുശേഷം ചാർട്ടിൽ ലെവൽസ് മാർക്ക് ചെയ്യുക. ആ ലെവൽസ് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ 30 ഡേയ്സ് വോളിയം ആവറേജ് ബ്രേക്കൗട്ട് സ്കാനർ ഓൺലൈനിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല ഇപ്പോൾ നിങ്ങൾ എൻ്റെ റെഫറൻസിലാണ് ഫയേഴ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്കാനർ നിങ്ങൾക്ക് മെയിലിൽ സെൻഡ് ചെയ്ത് തരാം. ഈ ഒരു സ്കാനർ ഫയേഴ്സ് 1 ട്രേഡിംഗ് ടെർമിനലിൻ്റെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് വേണം. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഫയേഴ്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ nicolasnilo.com പോവാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്കാനറിൽ പോവാം. അതിൽ ഫയേഴ്സ് എക്സൽ സ്കാനർ ക്ലിക്ക് ചെയ്യാം, സ്ക്രോൾ ഡൗൺ ചെയ്യാം. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് 30 ഡേയ്സ് ആവറേജ് വോളിയം ബ്രേക്കൗട്ട് സ്കാനർ എന്ന് കാണാം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കാനർ ഡൗൺലോഡ് ആവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ സ്കാനർ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫയേഴ്സ് 1 ട്രേഡിംഗ് ടെർമിനലിൽ ലോഗിൻ ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമ്മൾ സെർച്ചിൽ എക്സലിന് ടൈപ്പ് ചെയ്യാം, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് റൺ ആസ് അഡ്മിനിസ്ട്രേഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എക്സൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്കാനർ ഓപ്പൺ ചെയ്താൽ മതി. ഇനി ഓക്കെ കൊടുക്കാം. നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ നമ്മുടെ ഈ ഒരു എക്സലിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഡാറ്റ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് LTPയിൽ ലൈവായിട്ട് ആ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. വോളിയം എക്സിൽ എത്ര ടൈംസാണ് മന്ത്ലി ആവറേജ് വോളിയത്തിനും കാട്ടി കയറിപ്പോയി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്കാനർ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്കാനർ വർക്ക് ചെയ്യുന്നത് ഫയേഴ്സ് 1 ട്രേഡിംഗ് ടെർമിനലിൻ്റെ സപ്പോർട്ടോട് കൂടി മാത്രമാണ്. അതായത് നമ്മൾ ഫയേഴ്സിൽ നിന്നാണ് ഇതിന് ലൈവ് ഡാറ്റ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.